ഒബിയസ്ലി വീഡിയോയുടെ തമ്മിൽ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും OPM കുറിച്ചാണ് വീഡിയോ. ഗോഡ് വേഴ്സസ് സൈതാമ എന്നുള്ള ഫൈറ്റിന്റെ ബാക്കി ഭാഗമാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിന്റെ ഒരു 1 more പാർട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതിന്റെ മാങ്ക ഇപ്പൊ ഹോൾഡിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള വരുന്ന ചാപ്റ്റേഴ്സ് എല്ലാം കണക്കാക്കിയിട്ടായിരിക്കും അടുത്ത മാങ്ക നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. സോ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും, ലാസ്റ്റ് വീഡിയോ പോലെ തന്നെ. ആൻഡ് ഈ വീഡിയോയിൽ ഫുൾ സീരിയസ് ഫൈറ്റ് ആണ്. അതെ, എന്താണ് ഗോഡിന്റെ ശരിക്കുള്ള പവർ എന്ന് നമുക്ക് കാണിച്ചു തരും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സൈതാമ ഗോഡിനെ ഒരു പഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സീരിയസ് ആയിട്ടൊരു പഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തത് സൈതാമയാണെന്നെങ്കിൽ പോലും എതിരാളി നിൽക്കുന്നത് ഗോഡാണ്. അതുകൊണ്ട് തന്നെ സൈതാമയുടെ ആ പഞ്ചൊന്നും ഗോഡിന് ഏറ്റിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഗോഡ് വീണ്ടും എഴുന്നേറ്റുണ്ടാവും. എന്റെ എണീറ്റ പാടിനെ ഗോഡ് ചെയ്യുന്നത് സൈതാമയെ നിലത്തോട്ട് സ്മാഷ് ചെയ്യുന്നതാണ്. സ്മാഷ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിക്ക് ആയിരിക്കത്തില്ല, ചെറുതായിട്ട് പോകത്തില്ല. ലിറ്ററലി സൈതാമയെ സ്മാഷ് ചെയ്തിട്ട് സൈതാമ ഭൂമിയുടെ എർത്തിന്റെ സെന്ററിലോട്ട് എത്തും. ജസ്റ്റ് ഒരു 7000 കിലോമീറ്റർ, അത്രേ ഉള്ളൂ. എന്റെ അവിടെ നിന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിസ്റ്റൽ കേവിന്റെ തട്ടിയിട്ടായിരിക്കും സൈതാമ നിൽക്കുക. അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉള്ള ഒരു സ്ഥലത്തെത്തിയിട്ടായിരുന്നു നിൽക്കുക, അല്ലെങ്കിൽ താഴോട്ട് വീണ്ടും പോവായിരുന്നു സൈതാമ. ആൻഡ് ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയോ? 3,000 to 4,000 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ഇവിടെ എത്തിയ സൈതാമ ആദ്യം ചിന്തിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഇനി വീണ്ടും ഒരു പുതിയ കോസ്റ്റ്യൂം മേടിക്കണല്ലോ എന്ന്. ആൻഡ് ഗോഡിന്റെ ഈ സ്മാഷിലൂടെ തന്നെ ഗോഡിന്റെ പവർ എന്താണെന്ന് സൈതാമക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ സൈതാമ തീരുമാനിക്കും ഇനി സീരിയസ് ആയിട്ട് നിൽക്കണം, കളിച്ച് നിൽക്കാൻ പാടില്ല എന്ന്. ആൻഡ് ഇനി മുകളിൽ സർഫസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മോശം അവസ്ഥയിലായിരിക്കും. കാരണം സൈതാമ അവിടെ നിന്ന് പോയതിനു ശേഷം ചീറ്റകൾ ആലോചിക്കും, ഇപ്പൊ സൈതാമ അടിച്ച ഈ പഞ്ചിനെ കൊണ്ട് ഗോഡിനൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനി എന്താണ് ഒരു മാർഗം ഗോഡിനെ ഇല്ലാണ്ടാക്കാൻ എന്നുള്ളതായിരിക്കും ചീത്തകൾ ആലോചിച്ചോണ്ടിരിക്കുക. ആൻഡ് ഇതിനു ശേഷം നമുക്ക് ഗോഡിനെ കാണിക്കും. ഗോഡ് അവിടെ നിന്ന് പറയുന്നുണ്ടാവും, 4th ഡയമെൻഷനിൽ നിങ്ങൾക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത പവറുള്ള ബീയിങ്സ് ഉണ്ട്, ഗോഡ്സ് ഉണ്ട്. അതിലൊരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ 3 ഡയമെൻഷനിൽ ജീവിക്കുന്ന നിങ്ങൾക്കൊന്നും എന്നെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. ഇവിടുന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും, ഈ ഗോഡ് എന്ന് പറയുന്നത് ഒരാളല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ബീയിങ് ആണ്. അതായത് ഇപ്പൊ കാങ് ഓഫ് ഡൈനാസ്റ്റിയിൽ കാങ് ഒക്കെ ഇല്ലേ, അതുപോലെ തന്നെ ഒരുപാട് ഗോഡ് ഉണ്ട്. അതിൽ ഒരു ഗോഡാണ് ഇയാളെന്നുള്ള കാര്യം നമുക്കിവിടെ മനസ്സിലാക്കി തരും. ആൻഡ് ഇങ്ങനെ പറഞ്ഞിട്ട് ഗോഡിന്റെ ട്രൂ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് അവിടെ കാണിച്ചു തരും. ഗോഡ് അവന്റെ ഒരു അറ്റാക്കിന് വേണ്ടി തയ്യാറെടുക്കും. ആൻഡ് അറ്റാക്ക് കോപ്പിയാണെന്നൊക്കെ പറയാം, പക്ഷെ ആ അറ്റാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഡയമെൻഷണൽ ബീയിങ്സിനെയൊക്കെ കൊല്ലുന്നത് ഭയങ്കര ഈസിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ലിവിങ് ഓർഗനൈസേഷൻസ് ഇല്ലേ അതിനെല്ലാം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ജഡ്ജ്മെന്റ് അറ്റാക്ക് എടുക്കും. ആൻഡ് ഈ അറ്റാക്ക് എടുത്തതിന് ശേഷം ഭയങ്കര വലിയൊരു പോർട്ടൽ ആകാശത്തുണ്ടാവും. ഇതിനുശേഷം നമുക്ക് താറ്റ്സുമാക്കിനെ കാണിക്കും. താറ്റ്സുമാക്കിയും കൂടെ ഉണ്ടായിരുന്ന ഫുബുക്കിയും കൂടിയിട്ട് ഡിസൻഗ്രേറ്റഡ് ആവാൻ തുടങ്ങും. അതായത് സ്നാപ്പി ഇല്ലേ, താനോസ് സ്നാപ്പി ഇല്ലേ, അപ്പൊ പൊടിഞ്ഞു പോലും അതുപോലെ ഡസ്റ്റായി മാറാൻ തുടങ്ങും. ആൻഡ് ഇവരെ കാണിച്ചതിന് ശേഷം നമുക്ക് ബ്ലാസ്റ്റിനെ കാണിക്കും. ബ്ലാസ്റ്റും ഡസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും. ബ്ലാസ്റ്റ് എവിടെയാണെന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല, പക്ഷെ ഭൂമിയിൽ തന്നെ ആയിരിക്കില്ല, ഭൂമിയിലല്ലേ ഇപ്പൊ അറ്റാക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റും ഡസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇതിനുശേഷം ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെയും കാണിക്കും. എല്ലാവരും ഡസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫിനിറ്റി വാറിൽ പകുതി വരെയല്ലേ, ഇതിലെല്ലാവരും ഗാറോയും ചീറ്റകളും എല്ലാവരും പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഗാറോ പെട്ടെന്ന് തന്നെ തീരുമാനിക്കും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഇല്ലാണ്ടായി പോകും. ആൻഡ് ഇതിനുശേഷം ഗാറോ ചീറ്റകളിനോട് പറയും എന്തെങ്കിലുമൊക്കെ ചെയ്യ്, ജസ്റ്റ് അവിടെ നിൽക്കാണ്ട് എന്താ നിനക്ക് മരിക്കാൻ വേണ്ടി നീ തയ്യാറെടുക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ഫൈനലി ആരും ഇതൊക്കെ ചോദിച്ചല്ലോ. ഇവള് മര്യാദക്ക് അവളുടെ ഗ്രാത്തിലിനെ ചാവുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് ഇവിടെയും കൊലക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുക, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ആൻഡ് ഇതിനുശേഷം ഗാറോ ചീറ്റകളോട് പറയും നിന്റെ അടുത്ത് ആ സ്റ്റോൺ ഇല്ലേ, ആ സ്റ്റോൺ വെച്ചിട്ട് ഇപ്പൊ ഈ ഗോഡിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. ആൻഡ് ഇത് കേട്ടിട്ട് ചീറ്റകൾ പറയും ഞാനിപ്പോ അവനെ കോസ്മിക് അബേസിലോട്ട് അയച്ചു കഴിഞ്ഞാൽ മേ ബി അതിനെ കൊണ്ട് അവനെ കൊല്ലാൻ പറ്റും, സോ അത് ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. പക്ഷെ അത് ട്രൈ ചെയ്യാൻ എനിക്ക് സമയം വേണമെന്ന് ചീറ്റകൾ പറയാം. അപ്പൊ ഗാറോ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഗാറോ അറ്റാക്ക് ചെയ്യാണ്ട് അവിടെ ഉണ്ടായിരുന്ന പാറകൾ പൊട്ടിക്കാൻ തുടങ്ങും. അതിന്റെ അവിടെ ഉണ്ടായിരുന്ന പാറകളെല്ലാം പൊട്ടിച്ചിട്ട് ഓരോ പാറ വെച്ചിട്ട് ഗോഡിന്റെ മേലോട്ട് എറിയാൻ തുടങ്ങും. അതിന്റെ ചെറിയ ചെറിയ പാറ കഷ്ണങ്ങളൊന്നുമില്ല, വലിയ വലിയ പാറകൾ ഭൂമിയിൽ നിന്ന് അടിയിൽ നിന്ന് പിളർന്നെടുത്തിട്ടാണ് എറിയുന്നത്. പക്ഷെ എറിയുന്നത് ആരമേത്താ? ഗോഡിന്റെ അടുത്താ. വലിയ വലിയ മലകൾ തന്നെ 2 കഷ്ണമാവാൻ വരുമ്പോ തന്നെ. അതുകൊണ്ട് തന്നെ ഈ പാറകളൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ ഇതൊരു ഡിസ്ട്രാക്ഷൻ ആയിരുന്നു, ഗോഡിനൊന്ന് മൈൻഡ് മാറ്റാനുള്ള ഡിസ്ട്രാക്ഷൻ ആയിരുന്നു. അവന്റെ ഓരോ പാറകളും എറിഞ്ഞിട്ട് ഗാറോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാറകളുടെ മുകളിലൂടെ ചാടിയിട്ട് ഗോഡിന്റെ അടുത്തോട്ട് ചെല്ലും. എന്റെ അടുത്ത് ചെന്ന പാടന്നെ അവന്റെ ഗോഡ് സ്ലെയർ ഫിസ്റ്റ് എടുത്തിട്ട് ഇൻസ്റ്റന്റ് സ്ട്രൈക്സ് ചെയ്യാൻ തുടങ്ങും ഗോഡിന്റെ അടുത്ത്. അറ്റാക്കിന്റെ പേര് ഗോഡ് സ്ലെയർ ആണെന്നുണ്ടെങ്കിലും ശരിക്കുള്ള ഒരു ഗോഡ് ഇവിടെ വന്നതുകൊണ്ട് തന്നെ ഗോഡ് സ്ലെയർ അറ്റാക്കിനൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല ഗോഡിന്റെ മേത്ത്, ജസ്റ്റ് നള്ളിഫൈ ആയി പോവതല്ല. ആൻഡ് ഗോഡിന്റെ മേത്ത് വലിയൊരു കുഴി ഉണ്ടാവും. ഗാറോ ആലോചിക്കുന്നത് ഈ കുഴി അവന്റെ അറ്റാക്ക് കാരണമാണ്, പക്ഷെ ഗോഡ് അവന്റെ ഭീം എടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കും. എന്നിട്ട് ഗാറോ ചോദിക്കുന്നത് ഞാൻ ചാടിക്കൊണ്ടല്ലേന്ന് ചോദിക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗാറോക്ക് അവന്റെ സ്പീഡ് വെച്ച് ഇവിടുന്ന് പോവാ, പക്ഷെ ഗോഡ് അവൻ ഡിസൻഗ്രേറ്റ് ആവുന്നതും അവനെ
മൂവ് ചെയ്യാനുള്ള കഴിവ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് കളയും. ആൻഡ് ഒന്ന് അനങ്ങാൻ പോലും പറ്റാണ്ട് ഗാറോ ഗോഡിന്റെ മുന്നിൽ വായയുടെ മുന്നിൽ നിൽക്കും. ആൻഡ് വായയുടെ മുന്നിൽ നിന്നതിന് ശേഷം ഗോഡ് ഗാറോന്റെ മേത്തൊരു അറ്റാക്ക് ചെയ്യും. ആൻഡ് ഈ അറ്റാക്ക് ഗാറോനെ കൊണ്ടതിന് ശേഷം ഗാറോ അവിടുന്ന് തെറിച്ചു പോയി വീഴും. ഒന്ന് മൂവ് ചെയ്യാൻ പോലും പറ്റാണ്ടെന്ന് ഗാറോക്ക് നേരെ കറക്റ്റ് ആയിട്ട് കൊള്ളും. ഗോറോ തെറിച്ചു പോയി ദൂരെ പോയി വീഴും. ആൻഡ് ഇങ്ങനെ ചത്തില്ല എന്ന് പറഞ്ഞിട്ട് ഗാറോ അവിടുന്ന് പോയി വീഴും. ആൻഡ് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഗാറോയും ചീറ്റാക്കളും എന്താ ഡസ്റ്റ് ആയി പോവാനെന്ന്. ഇവർ രണ്ടുപേരും ഡസ്റ്റ് ആവാത്തതിന്റെ കാര്യം ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇവരിന്ന് കുറെ ഫാൻ തിയറി എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗോഡ് തന്നെ അവരൊന്നും ചെയ്യാണ്ട് അവരെ നേരിട്ട് അറ്റാക്ക് ചെയ്തിട്ട് കൊല്ലാൻ വേണ്ടിയുള്ള പ്ലാൻ ആണെന്നല്ലാണ് ഒരുപാട് ഫാൻ തിയറി എല്ലാം ഉള്ളത്. ഭൂമിയിൽ ഇപ്പൊ നമ്മുടെ കണ്ണിൽ കാണിക്കുന്ന മൂന്ന് പേര് മാത്രമാണ് അലൈവായിട്ടുള്ളത്. താഴെ നിൽക്കുന്ന സൈത്താമയും മുകളിൽ നിൽക്കുന്ന ചീറ്റാഗുകളും പിന്നെ ഗാറോയും. ബാക്കിയുള്ള എല്ലാവരും ഡിസംഗ്രേറ്റഡ് ആണ്. ആൻഡ് ഹ്യൂമൻസിനെ ഒഴിച്ചിട്ട് സൈബോർഗ് ആയിട്ടുള്ള ജെനോസും ഇവര് മാത്രമാണ് ഇപ്പോ ആകെ അലൈവ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളവർക്ക് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അവരെങ്ങനെയാണ് ഇപ്പൊ അവര് മരിച്ചെന്നുള്ള കാര്യം പോലും അവർക്കൊന്നും മനസ്സിലാവുണ്ടായില്ല. ജസ്റ്റ് അവർ സ്നാപ്പ് ചെയ്ത പോലെ പൊടിഞ്ഞ് അങ്ങോട്ട് പോയി. ഇതിനുശേഷം പാതി ചാവാറായ ഗോറോ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോഡിന്റെ അടുത്തോട്ട് വരും. ആൻഡ് ഗോഡിന്റെ അടുത്തോട്ട് വരുമ്പോൾ വീണ്ടും ഗോഡ് അവനെ എയറിൽ തന്നെ മൂവ് ചെയ്യാൻ പറ്റാണ്ട് സ്റ്റക്ക് ചെയ്ത് നിർത്തും. ഇതിനുശേഷം ഗോഡ് ഗാറോട് പറയും ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് പറയും. ആൻഡ് ഇതിനുശേഷം സീൻ ചേഞ്ച് ആവും. സീൻ ചെയ്തായിട്ട് ഭൂമിയുടെ സെന്ററിലുള്ള സൈത്താമയെ കാണിക്കും. ഇവര് തമ്മിൽ ഗോറോയും ഗോഡും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഗർത്തം അവിടെ വരെ എത്തുന്നുണ്ടാവും. അവിടെ വരെ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സൈത്താമ വേഗം സർഫസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്യും. ആൻഡ് ഒരു റോക്കറ്റിനെ പോലെ ഭൂമിയുടെ സെന്ററിൽ നിന്നിട്ട് സർഫസിലോട്ട് ലോഞ്ച് ചെയ്യും. ആൻഡ് ഇതിനുശേഷം വീണ്ടും ഗാറോയെ കാണിക്കും. ഗാറോ ഇപ്പോഴും വിട്ടു കൊടുക്കാണ്ട് വിൽ പവർ വെച്ചിട്ട് വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. ആ അറ്റാക്കിന് ശേഷവും അവിടുത്തെ വെതർ എല്ലാം മാറിയുണ്ടാവും. ആൻഡ് ഇതിന് ശേഷം നമുക്ക് ഗോഡ് ഗാറോയോട് പറയും നിന്റെ ശരീരത്തിൽ എല്ലാ എല്ലുകളും പൊട്ടി എല്ലാ ഭാഗത്തുനിന്നും രക്തം ഒഴിക്കുന്നുണ്ട്. ആൻഡ് ഐ ആം ഇംപ്രസ്ഡ്, പക്ഷേ പ്ലേ ടൈം ഈസ് ഓവർ എന്ന് പറയും. ആൻഡ് ഇതിനുശേഷം നമുക്ക് ഗോറോയെ കാണിക്കും. ഗോറോ ഭയങ്കര ബാഡ് ആസായിട്ട് പറയും നീ ഗോഡ് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, പക്ഷെ അവിടെ നിൽക്കുന്ന ആ ആളില്ലേ അവൻ നിന്നെക്കാളും പവർഫുൾ ആണ്. സൈത്താമയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അവനെ ഞാൻ തോൽപ്പിക്കാണ്ട് എനിക്കിവിടെ മരിക്കാൻ പറ്റത്തില്ല എന്ന് ഗാറോ പറയും ഗോഡിനോട്. ആൻഡ് ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതുകൊണ്ട് ഗ്യാപ്പിൽ തന്നെ ചീറ്റകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീറ്റകൾ ആ സ്റ്റോൺ എടുത്തിട്ട് ഗോഡിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പുറത്ത് നിൽക്കുന്ന ഗോഡാണ്. ഗോഡിന് ടൈമും സ്പേസും ഓൾറെഡി 4th ഡയമെൻഷനിൽ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇവളുടെ ഈ അറ്റാക്ക് ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ഇൻഫാക്ട് ആ സ്റ്റോണിന്റെ പവർ ഗോഡ് അബ്സോർബ് ചെയ്തെടുക്കും. ആൻഡ് ഇതിനുശേഷം ഗോഡ് പറയും ടൈമും സ്പേസും എന്റെ അണ്ടറിലാണ്, എന്റെ ഡൊമീനിയനിലാണ്. ആ ടൈം വെച്ചിട്ട് തന്നെ നീ എന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു, സ്പേസ് വെച്ചിട്ട് നീ എന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു, നീ ഫൂളാണോന്ന് ചോദിക്കും ചീറ്റാക്കളിനോട്. ഇതിനുശേഷം പറയും നിങ്ങളെല്ലാം ജീവിക്കുന്നത് ഒരു 3rd ഡയമെൻഷനിലാണ്. ഈ 3rd ഡയമെൻഷൻ കഴിഞ്ഞിട്ട് ഒരു 4th ഡയമെൻഷൻ ഉണ്ട്. ആൻഡ് ഈ 4th ഡയമെൻഷൻ നിങ്ങൾക്ക് ആർക്കും കാണാനും പറ്റില്ല, എൻ്റർ ചെയ്യാനും പറ്റില്ല. പക്ഷെ 4th ഡയമെൻഷനിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങളുള്ള 2 ഡയമെൻഷനിലും 3 ഡയമെൻഷനിലും ഇങ്ങനെ 1 ഡയമെൻഷനിലോട്ട് പോകാൻ പറ്റും. ആൻഡ് ഇൻഫാക്ട് 4th ഡയമെൻഷന് ശേഷം 5th 6th അങ്ങനെ ഒരുപാട് വേറെ ഡയമെൻഷൻസും ഗോഡ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇവിടെ എല്ലാം പവർഫുൾ ഗോഡ് മാത്രമാണ്, ഗോഡിന്റെ മേലിൽ ആരുമില്ല എന്ന് ഗോഡ് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതേ സമയത്ത് തന്നെ ചീറ്റാക്കൾ വീണ്ടും ഫൈറ്റ് എടുത്തിട്ട് ഗോഡിന്റെ അടുത്തോട്ട് പോകും. ഇപ്രാവശ്യം ഗോഡ് ചീറ്റാക്കളുടെ മേലും വലിയൊരു അറ്റാക്ക് ചെയ്യും. ആൻഡ് ഇതിനുശേഷം ഗാറോ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നോക്കും. ഗാറോ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന അറ്റാക്കിൽ കൗണ്ടർ ആയിട്ട് ഗോഡ് തിരിച്ച് അറ്റാക്ക് ചെയ്യും. ഈ അറ്റാക്ക് കൊണ്ടതിന് ശേഷം ഗാറോക്ക് മനസ്സിലാവുണ്ടാവില്ല അവൻ മരിച്ചിട്ടാണോ അതോ ഇപ്പൊ ജീവനോടെ ഉണ്ടോ അതോ ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോയോ. അത്രയും ഒരു ബ്ലാങ്ക് ആയി പോകും ഗാറോ. പക്ഷെ ഗാറോക്ക് കൂടെ അവന്റെ പഴയ മെമ്മറീസ് എല്ലാം അങ്ങനെ ട്രിഗർ ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഗാറോ വിചാരിക്കും അവൻ മരിച്ചിട്ടുണ്ടെന്ന്. ആൻഡ് ഇതിന് ശേഷം നമുക്ക് ഭൂമിയുടെ സെന്ററിലുള്ള സൈത്താമയെ കാണിക്കും. സൈത്താമ സർഫസ് നോക്കി വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് വരുന്നത് ഓരോ ചെറിയ ചെറിയ പഞ്ച് ഭൂമിയെ അടിച്ചുകൊണ്ടായിരിക്കും, വഴി ഉണ്ടാക്കിയിട്ടായിരിക്കും. ഇനി വലിയൊരു പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭൂമി തന്നെ പിളർന്നു പോകും. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പഞ്ച് കൊടുത്തുകൊണ്ട് ഭൂമിയിൽ ഓരോ പൊട്ടിച്ചുകൊണ്ടായിരിക്കും മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അതിന് മുകളിലോട്ട് വന്ന് നോക്കുമ്പോൾ ഒരൊറ്റ ലൈഫ് ഫോം പോലും അവിടെ ഉണ്ടാവില്ല, ഗോഡ് മാത്രം നിൽക്കുന്നത്. ഗോഡും ഭൂമി വിട്ടിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയായിരിക്കും. ഭൂമി പോകാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും ബാക്കിലൂടെ സൈത്താമ അവിടെ വന്ന് നിൽക്കുന്നത്. ആൻഡ് സൈത്താമ ഭയങ്കര സീരിയസ് ആയിട്ട് ഫിസ്റ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും. ആൻഡ് എങ്ങനെയാണ് സീരിയസ് ആണെന്ന് മനസ്സിലാക്കിയെന്നല്ലേ സൈത്താമയുടെ ഫേസ് കണ്ടു. സൈത്താമക്ക് 2 ഫേസ് ഉണ്ട്, ഒന്ന് നോർമൽ ഫേസും വേറൊന്ന് സീരിയസ് ഫേസും. ഈ ഫേസ് ഡെഫിനറ്റ്ലി സീരിയസ് ഫേസ് ആണ്. ആൻഡ് ഇതിനുശേഷം സൈത്താമ സമയം കളയാണ്ട് തന്നെ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഗോഡിന്റെ അടുത്തോട്ട് ചെല്ലും. ഗോഡിന്റെ അടുത്തോട്ട് ചെന്നിട്ട് ഗോഡിന്റെ ഫേസിനിട്ട് സൈത്താമ മൊത്തം പവർ യൂസ് ചെയ്തിട്ട് പഞ്ച് ചെയ്യും സീരിയസ് ആയിട്ട്. ആൻഡ് ഈ പാനലൊക്കെ അനിമേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ലിറ്ററലി ഗൂസ് ബം മൊമെന്റ് ആയിരിക്കും. ആൻഡ് ഇതിൽ കാണിക്കുന്ന ഒരു പാനലാണ്. ഈ പാനലാണ് ഇന്റർനെറ്റ് അത്രയും വൈറലാക്കിയത് ഗോഡ് വേഴ്സസ് സൈത്താമ എന്നുള്ള ഫൈറ്റ് തന്നെ. സൈത്താമ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഗോഡിനൊന്ന് റിയാക്ട് ചെയ്യാൻ പോലുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഗോഡ് ലിറ്ററലി ഗോഡിന്റെ തല നേരെ നിലത്തോട്ടും ശരീരം ആകാശത്തോട്ടും അങ്ങനെ ഒരു രീതിയിൽ നേരെ താഴത്തോട്ട് വീഴും. ആൻഡ് ഗസ് വാട്ട്, ഇത് ശരിക്കും ഒരു പഞ്ച് പോലും ആയിരിക്കത്തില്ല. സൈത്താമ അവന്റെ കൈ വെച്ചിട്ട്
അടിച്ചതായിരിക്കും, മുഖത്ത് അടിക്കില്ല, അതുപോലെ അടിച്ചതായിരിക്കും. ആ അടിയിലുള്ള ഫേസിലായിരിക്കും നേരെ താഴത്തോട്ട് പോയി വീണ്ടാവുക ഗോഡ്. ആൻഡ് ഇതിനുശേഷം സൈത്താമ നേരെ തന്നെ ഗോഡിന്റെ ഫേസ് കൈകൊണ്ട് മുറുക്കി അങ്ങോട്ട് പിടിക്കും, ഹോൾഡ് ചെയ്ത് അങ്ങോട്ട് പിടിക്കും. ഹോൾഡ് ചെയ്ത് അങ്ങ് പിടിച്ചിട്ട് ഓടാൻ തുടങ്ങും. എത്രത്തോളം ഫാസ്റ്റിൽ ഓടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ വേൾഡിൽ നിന്ന് വേറൊരു സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മിന്നലടിച്ച പോലെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അത്രത്തോളം ഫാസ്റ്റിൽ സൈത്താമ ഗോഡിന്റെ ഫേസ് പിടിച്ച് ഓടാൻ തുടങ്ങും. അത്രയും സ്പീഡിൽ ഫോഴ്സ് എല്ലാം എടുത്തിട്ട് ഒരു ബോൾ എറിയുന്ന പോലെ സൈത്താമ ഗോഡിനെ എടുത്ത് അങ്ങോട്ട് എറിയും. ആൻഡ് പോയി വീഴുന്നത് വേറെ ഏതോ ഒരു ഗ്രഹത്തിലായിരിക്കും ഗോഡ്. ആൻഡ് ഈ ഗ്രഹത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു ലൈഫ് ഫോം പോലും ഉണ്ടാവില്ല. ആൻഡ് ഇതിനുശേഷം നമുക്ക് ഗോഡിനെ കാണിക്കും. ഗോഡാണെന്നുണ്ടെങ്കിൽ ഇത്ര നേരം ഇത്രയും പേരായിട്ട് ഫൈറ്റ് ചെയ്തു, ഒരു മലകൾ തന്നെ ലിറ്ററലി 2 കഷ്ണാക്കി കളഞ്ഞിട്ടായിരുന്നു വന്നത് തന്നെ. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഈ ഗോഡ് സൈത്താമ വന്ന് മിനിറ്റുകൾ കൊണ്ട് തന്നെ ഗോഡിന്റെ മേത്ത് മൊത്തം ക്രാക്സ് വരാൻ തുടങ്ങും. ഗോഡ് എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഗോഡ് പൊടിഞ്ഞു പോകാൻ തുടങ്ങും. ആൻഡ് ഇതിന് ശേഷം നമുക്ക് കാണിക്കുന്നത് ഗോഡിന് തന്നെ മനസ്സിലാവും ഇവ എത്രത്തോളം പവർഫുൾ ആണെന്ന്. കാരണം അവന്റെ അടിയിൽ ഇത്രയും ദൂരം വരാമെങ്കിലും ഇത്രയും ഡാമേജ് ഉൾക്കൊള്ളാമെങ്കിലും അവന് മനസ്സിലാവും ഇവ സൈത്താമ എത്ര പവർഫുൾ ആണെന്ന്. അതുകൊണ്ട് തന്നെ ഗോഡ് അവിടുന്ന് റീജനറേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുക്കും. റീജനറേറ്റ് ചെയ്യുന്നത് ആ ഗ്രഹം തന്നെ മൊത്തം വൈബ്രേനിയം പോലെയുള്ള ഒരു മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ ഗ്രഹമായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ വൈബ്രേനിയവും ഗോഡ് അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ ഇവിടെ വൈബ്രേനിയം പോലുള്ള അതിന്റെ കറക്റ്റ് നെയിം എന്താണെന്ന് എനിക്കല്ല, അതെങ്ങനെ വന്നതെന്നും കറക്റ്റായിട്ട് അറിയില്ല. ഒരു ഫാൻ കോമിക് അല്ലേ, അപ്പൊ അതുപോലൊക്കെ ആയിരിക്കും. ഇനി വൈബ്രേനിയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാർവലുള്ള ഒരു ടേമാണ് വൈബ്രേനിയം. അത് ഭയങ്കരമായിട്ടുള്ള പവർഫുൾ ആയിട്ട് മെറ്റലിനെ സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ്. ആൻഡ് ഇങ്ങനെ റീജനറേറ്റ് കഴിഞ്ഞതിന് ശേഷം ഗോഡ് എന്താണെന്ന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പവർ യൂസ് ചെയ്യും ഗോഡിന്റെ. ആൻഡ് ഈ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗൂഗിൾ മാപ്പ് പോലെ ആയിരിക്കും, ആരാ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പവർ ആയിരിക്കും. ആൻഡ് ഇതിനു ശേഷം ഗോഡ് സൈത്താമ എവിടെയാണെന്നായിരിക്കും നോക്കുന്നുണ്ടാവുക ഈ പവർ വെച്ചിട്ട്. അപ്പൊ നമുക്ക് കാണിക്കും ഇവൻ സൈത്താമ ഗോഡിന് നേരെ ഓരോ ഗ്രഹങ്ങൾ ട്രാവൽ ചെയ്തിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഈ പോയിന്റിൽ ഗോഡിന് മനസ്സിലാവും ഇവനൊരു നോർമൽ ഹ്യൂമൻ അല്ലാന്ന്. കാരണം എർത്തിൽ നിന്ന് ഓരോ ഗ്രഹങ്ങൾ വഴി ചാടിയിട്ട്, അതായത് അത്രയും ഫോഴ്സിൽ സ്പ്രിന്റ് ചെയ്ത് വന്ന് ചാടിയിട്ട് ഗോഡിന്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും സൈത്താമ. ആൻഡ് ഗോഡിന്റെ അടുത്തോട്ട് വന്ന് അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഗ്രഹം മൊത്തം എക്സ്പ്ലോഷൻ കൊണ്ട് ആകെ പൊട്ടാൻ തുടങ്ങും. ആൻഡ് സൈത്താമ കണ്ടപാട് തന്നെ ഗോഡ് ചോദിക്കും, ഷാൾ വി ഫൈറ്റ് അഗൈൻ 3 ഡയമെൻഷണൽ ക്രിയേച്ചർ എന്ന് ചോദിക്കും. ആൻഡ് സൈത്താമ എപ്പോഴും പോലെ തന്നെ ഇഗ്നോർ ചെയ്യും. കാരണം ഇവിടെ സൈത്താമ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോണിനെ ആയിരിക്കും. എക്സാക്ട്ലി ചീറ്റകൾ കൊണ്ടുവന്ന അതേപോലത്തെ ഒരു സ്റ്റോൺ ആയിരിക്കും സൈത്താമയുടെ കയ്യിലും. നോ, ഐ ഡോണ്ട് നോ ഇത് അതേ സ്റ്റോൺ ആണോ അതോ വേറെ സ്റ്റോൺ ആണോ എന്ന്, അതോ ഈ ഗ്രാം മൊത്തം ഇങ്ങനത്തെ സ്റ്റോണുകളാണോ എന്ന് എനിക്ക് കൺഫേം ആയിട്ട് അറിയത്തില്ല. പക്ഷേ സൈത്താമക്ക് സംഭവമായിട്ട് മനസ്സിലായിണ്ടാവും. അതുകൊണ്ട് തന്നെ സൈത്താമ ആ സ്റ്റോണ് കൈ വെച്ച് ഇറുക്കി അങ്ങോട്ട് പിടിക്കും. മുറുക്കി പിടിച്ചിട്ട് നേരെ കോഡിന്റെ അടുത്തോട്ട് അങ്ങോട്ട് ചാടും. ടിക്ക് പകരം അടി എന്ന് പറയുന്ന പോലെ തന്നെ 2 പേരും അവിടുന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും ഫിസ്റ്റ് വെച്ച് അറ്റാക്ക് ചെയ്യും. അതിന്റെ ആഫ്റ്റർ എഫക്റ്റിൽ ആ മൊത്തം പ്ലാനറ്റ് തന്നെ പൊടിഞ്ഞു പോകും. ആൻഡ് ഇതിനുശേഷം നമുക്ക് റോബോട്ടിനെ കാണിക്കും. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതെവിടെ നടപ്പ് ഇങ്ങനെ റോബോട്ട് വന്നേന്ന്. ഈ റോബോട്ടിന്റെ ഉള്ളിലൊരാളായിരിക്കും. ആ ആളാരാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷോക്കായിരിക്കും. ഡോക്ടർ കുസോണ ആയിരിക്കും. ഇയാളിപ്പോഴും മരിച്ചിട്ടുണ്ടാവില്ല, ഇയാളിപ്പോഴും ജീവനോടെ ഉണ്ടാവും. നോട്ട് ജസ്റ്റ് കുസോണ മാത്രമല്ല, ജനോസും ജീവനോടെ ഉണ്ടാവും. ജനോസ് ഒരു ഓർഗാനിക് ക്രീച്ചർ ആയിരിക്കത്തില്ല, ജനോസ് ഒരു സൈബോർഗ് ആണ്. അതുകൊണ്ട് തന്നെ ജനോസും ഇപ്പൊ ജീവനോടെ തന്നെ ഉണ്ടാവും. ആൻഡ് ഗോഡ് ഇവിടെ ഈ ജഡ്ജ്മെന്റ് പവർ യൂസ് ചെയ്തത് ഈ ഭൂമിയിലുള്ള എല്ലാ നാച്ചുറൽ തിങ്സിനെയും ഇല്ലാണ്ടാക്കാനായിരിക്കും. പക്ഷെ ഇവിടെ സൈബോർഗ് ആയ ജനോസ് മരിക്കില്ല. അതുകൊണ്ട് തന്നെ ജനോസിന്റെ അടുത്തോട്ട് നേരെ ലൊക്കേഷൻ മനസ്സിലാക്കിയ കുസോണ ജനോസിന്റെ അടുത്തോട്ട് പോകും. ആൻഡ് ജനോസ് പറയും, സോറി മാസ്റ്റർ, നിങ്ങൾ എനിക്ക് ഇപ്പോഴായിരുന്നു പുതിയ കയ്യും കാലൊക്കെ വെച്ച് തന്നത്, അത് വീണ്ടും പോയി എന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഡോക്ടർ ജനോസിനോട് പറയും, സാരമല്ല, നിന്റെ കോറ് നിനക്ക് ബാക്കി വെച്ചാൽ മതി, ബാക്കി എന്ത് പോയാലും നിന്റെ കോറ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിന്നെ രക്ഷിച്ചെടുക്കാന്ന് പറയുന്നു. ആൻഡ് ഡോക്ടർ കുസേനോട് ആലോചിക്കുന്നത് എന്താണ് ഭൂമിക്ക് സംഭവിച്ചതെന്നാണ്. കാരണം ഡോക്ടർ കുസേന അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള സ്ഥലത്താണ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ സ്ഥലം മൊത്തം റേഡിയേഷനെ കൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ആ സ്ഥലത്ത് വേറൊരു റേഡിയേഷനും വരത്തില്ല. അതുകൊണ്ട് തന്നെ ഗോഡ് ചെയ്ത അറ്റാക്ക് ഡോക്ടർ കുസേനയുടെ മുകളിൽ ഒരു ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് ജനോസ് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും എങ്ങനെയാണ് നിങ്ങളിപ്പോഴും ജീവനോടെ ഉള്ളതെന്ന്. ആൻഡ് ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് റേഡിയേഷൻ ഇമ്പാക്ട് ചെയ്യത്തില്ല. ഇൻഫാക്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഭൂമിയിലെ ലൈഫ് ഫോമിന്റെ എണ്ണം 0 ആയി കാണിക്കുന്നത്. ആനിമൽസും ഹ്യൂമൻസും എല്ലാം 0 ആയി കാണിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതെന്തെങ്കിലും എററാണ്, സിസ്റ്റം എറർ ആണെന്നാണ്. പക്ഷെ എത്രത്തോളം റീഫ്രഷ് ചെയ്തിട്ടും അത് മാറുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നേന്ന് പറയും ഡോക്ടർ കുസേനോ ജനോസിനോട്. ആൻഡ് ഇതിനുശേഷം ഡോക്ടർ കുസേനോ പറയും, എങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് അൺഡു ചെയ്യുക, എങ്ങനെയാണ് ഭൂമിയിലുള്ള എല്ലാ ലൈഫ് ഫോമിനെയും തിരിച്ചു കൊണ്ടുവരാന്നുള്ള കാര്യമെല്ലാം ജനോസിന്റെ അടുത്ത് ഡോക്ടർ കുസേന സംസാരിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഇങ്ങനെ സംസാരിച്ചിരുന്നതിന് ശേഷം നമുക്ക് അടുത്ത പാനലിൽ കാണിക്കുന്നത് ഡോക്ടർ കുസേന ഒരു വലിയ ലാർജർ ആയിട്ടുള്ള ഒരു കൊളൈഡർ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഇത് അൺഡു ചെയ്യാൻ പറ്റുമെന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ജനോസും ഭയങ്കര മോട്ടീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും, ദർ ഈസ് നോ എവിൾ
യു കനോട്ട് അണ്ടു എന്ന് പറയാം. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല എന്ന് ജനോസ് ഡോക്ടറിനെ ഇങ്ങനെ മോട്ടീവ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇതിന് ശേഷം വീണ്ടും നമുക്ക് ഗോഡും സൈത്താമയുടെ ഫൈറ്റ് കാണിക്കും. അവർ ആ ലാസ്റ്റ് അടിച്ച രണ്ടുപേരുടെയും പഞ്ചിൽ ആ ഗ്രഹം തന്നെ പൊടിഞ്ഞു പോയിണ്ടാവും. ആൻഡ് ആ പൊടിയിൽ രണ്ടുപേര് നിന്നുകൊണ്ട് സൈത്താമ ഗോഡിനോട് പറയും, എനിക്ക് വീട്ടിൽ പോയിട്ട് ഒന്ന് ഷവർ ചെയ്യണം, നിനക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ ചെയ്യുന്ന പറയും. ഇതിനു ശേഷം നമുക്ക് ഗോഡിനെ കാണിക്കും. ഈ അടി കൊണ്ടതിനു ശേഷം ഗോഡ് അവന്റെ കയ്യിൽ നിന്ന് മൊത്തം ശരീരം തന്നെ കീറിപ്പോയിണ്ടാവും. ആൻഡ് ഗോഡ് റീജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. പൊട്ടിപ്പോയ ഭാഗങ്ങളെല്ലാം തിരിച്ച് റീജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഗോഡിന് സംഭവമായിട്ട് മനസ്സിലായിണ്ടാവും ഫിസിക്കലായിട്ട് ഇവനായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഗോഡിന്റെ വേറെ ഒരു പവർ എടുത്തിട്ട് സൈത്താമയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ആൻഡ് ഇതൊരു ടൈം ട്രാവൽ പോലുള്ള ഒരു പവർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സൈത്താമയുടെ ഇനീഷ്യൽ ഫോമിലോട്ട് സൈത്താമ മാറിക്കൊണ്ടിരിക്കും. സൈത്താമക്ക് മുടിയുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ലേ, ആ ടൈമിലോട്ട് സൈത്താമ മാറിക്കൊണ്ടിരിക്കും. ആൻഡ് ഇതിനു ശേഷം ഗോഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാണിക്കും, ഞാൻ ഇപ്പൊ ചെയ്ത ഈ അറ്റാക്ക് അത് ടൈം റിവേഴ്സ് ചെയ്താണ്. നീ ജനിച്ചപ്പോ എങ്ങനെയായിരുന്നു അങ്ങോട്ട് നീ ഇപ്പോൾ ഒരു ലിവിങ് ബീയിങ്ങിനും ഇപ്പൊ നിന്നെ രക്ഷിക്കാൻ പറ്റില്ല, നിനക്കും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയും. ആൻഡ് എക്സാക്ട്ലി ഇവിടെ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈ ഹീറോ അക്കാഡമിയിൽ ഓൾ ഫോർ വണ്ണില്ലേ, ഓൾ ഫോർ വണ്ണിന് എന്താണ് സംഭവിച്ചത് അതേപോലെ ആയിരിക്കും ഇവിടെ. പക്ഷെ അത് ഓൾ ഫോർ വൺ, ഇത് സൈത്താമ. ബട്ട് ഇവിടെ ഗോഡിന് സർപ്രൈസ് ആയിട്ട് ഇത്രയും നേരം ആ സ്പേസിൽ നിന്നിട്ട് പോലും ഇവന്റെ ഏജ് റിവേർട്ട് ആവുന്നുണ്ടാവില്ല. ആ ഒരു പോയിന്റിന് ശേഷം അവൻ തിരിച്ച് ബാക്കോട്ട് പോകുന്നുണ്ടാവില്ല. നമ്മുടെ ട്രെയിനിങ്ങിന്റെ ആദ്യ ദിവസങ്ങൾ വരെ പോകുന്നുണ്ട്, അതിന് ശേഷമുള്ള അങ്ങോട്ട് പോകുന്നില്ല. ആൻഡ് ഇതിനുശേഷം സൈത്താമ ഇച്ചിരി ഫണ്ണി ആയിട്ട് ചോദിക്കും, ഓ യു ആർ പ്ലേയിങ് ടെട്രിസ്. ടെട്രിസ് എന്ന് വെച്ചാൽ നമ്മുടെ പഴയ ആ ഗെയിം ബോയിലൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ മതിൽ പോലെ വന്ന് വീഴുന്നത്, ആ ഗെയിമാണ്. ആ ഗെയിം കിങ്ങിനെ തോൽപ്പിക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, സ്പീഡ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ സ്പീഡായിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൈത്താമ സ്പ്രിന്റ് ചെയ്യാൻ വേണ്ടി നിൽക്കും. ആൻഡ് എത്രത്തോളം സ്പ്രിന്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സ്പ്രിന്റില് ടൈമിനെയും സ്പേസിനെയും സൈത്താമ ഡിഫ്ലക്ട് ചെയ്യും. ഇൻഫാക്ട് ലൈറ്റ് സ്പീഡിനെക്കാട്ടിലും വേഗത്തിലോടും. ആൻഡ് ഇങ്ങനെ വേഗത്തിൽ ഓടിയത് കൊണ്ട് തന്നെ അവന്റെ തന്നെ സ്പീഡിൽ അവൻ ടൈം ട്രാവൽ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഈ ടൈം ട്രാവലിൽ എപ്പോഴാണോ പഴയ പോലെ പോയിണ്ടായിരുന്നത് അതേ പഴയ പോലെ തന്നെ ആവും. ഇതെല്ലാം ലൈറ്റ് ഓഫ് സ്പീഡിനെ വെട്ടിച്ചുകൊണ്ടാണെന്ന് നമുക്കിവിടെ നരേറ്റർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ആൻഡ് ഇതിന് ശേഷം നമുക്ക് കാണിക്കും ഗോഡിനെ ഭയങ്കര സീരിയസ് ആയിട്ട് നോക്കിയിട്ട് സൈത്താമ ആൻഡ് നോർമൽ കൺസിക്യൂട്ടീവ് പഞ്ചിന് തയ്യാറെടുക്കും. ആൻഡ് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ നോർമൽ കൺസിക്യൂട്ടീവ് പഞ്ചസ് നേരെ ഗോഡിന് മേലെ അറ്റാക്ക് ചെയ്യും. ആൻഡ് ഈ പഞ്ചസ് കൊണ്ടതിന് ശേഷം ഗോഡ് ഇല്ലാണ്ടാവാൻ തുടങ്ങും. ഗോഡിന്റെ ഓരോ അംശങ്ങളും ഓരോ ആറ്റങ്ങളായിട്ട് ഇല്ലാണ്ടാവാൻ തുടങ്ങും. ആൻഡ് ഇതിനുശേഷം വീണ്ടും ഗോഡ് ഭയങ്കര കോൺഫിഡൻസിൽ വരും, നിന്റെ ഫിസ്റ്റ് ഒരു മൈക്രോ സെക്കൻഡിന് സ്ലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ യൂണിവേഴ്സിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ വീണ്ടും റീജനറേറ്റ് ആവും, ഐ ആം ഇമ്മോർട്ടൽ എന്ന് ഗോഡ് പറയും. ആൻഡ് ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്ന ഗോഡിന്റെ അടുത്ത് സൈത്താമ നിർത്താൻ വേണ്ടി പറയും. നിർത്താൻ വേണ്ടി പറഞ്ഞിട്ട് പറയും, ഹേയ് I say it's over. ആൻഡ് ഇതിനുശേഷം നമുക്ക് ഡത്തിന്റെ സിമ്പിൾ കാണിക്കും, സൈത്താമയുടെ ഫിസ്റ്റിന്റെ സിമ്പിൾ കാണിക്കും, ജസ്റ്റ് ലൈക്ക് ജനോസിന്റെ അടുത്ത് സീസൺ 1 ചെയ്ത പോലെ തന്നെ. ആൻഡ് ഇതിന് ശേഷം നമുക്ക് കാണിക്കും വൺ ഓഫ് ദ പവർഫുൾ ആയിട്ടുള്ള ഒരു സൈത്താമയുടെ പാനൽ. ഇത്ര നല്ല പാനൽ മാങ്കയിൽ പോലും ഇല്ല, ഒറിജിനൽ മാങ്കയിൽ പോലും ഇല്ല. ഇതൊക്കെ ആനിമേറ്റ് ആയിട്ട് വന്നാണ്ടല്ലോ മൊത്തം ഇന്റർനെറ്റ് തന്നെ ബ്രേക്ക് ആയി പോകും. ആൻഡ് ഈ ഡെത്ത് പഞ്ചിന് ശേഷം ആ മൊത്തം അവിടെ ഉണ്ടായിരുന്ന എല്ലാ യൂണിവേഴ്സും മിൽക്കി വേസും ആ മൊത്തം സ്പേസ് തന്നെ ബൂം തീർന്നു, മൊത്തം ഇല്ലാണ്ടായി പോകും. ആൻഡ് ഈ ഒരൊറ്റ പഞ്ചോടുകൂടി തന്നെ ഈ മാങ്കയുടെ ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആവും. ആൻഡ് ഇതിന് ശേഷം ഈ മാങ്ക കറന്റ്ലി ഓൺ ഹോൾഡ് ആണ്, സം കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം ഒറിജിനൽ ക്രിയേറ്റേഴ്സ് ഇതിന്റെ മുകളിൽ കോപ്പിറൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ ഫാൻസും ചാറ്റിൽ വന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തായി എർത്തിന്, എന്തായി ബാക്കിയുള്ളതിനൊക്കെ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ഇതിന്റെ ഓതറിന് കോപ്പിറൈറ്റ് കിട്ടിയത് കാരണം തന്നെ അയാൾക്ക് ഇത് ബാക്കി എഴുതാൻ പറ്റിയിട്ടില്ല, അതിന്റെ കേസൊക്കെ പോകുന്നതാണ് കുറെ ന്യൂസ് എല്ലാം കേട്ടത്. ആൻഡ് ഇനി അത് എപ്പോഴാണോ റിലീസ് ആവുന്നത് അപ്പോൾ നമ്മൾ ഇതിന്റെ പാർട്ട് 3 ആയിട്ട് നമ്മൾ അത് പോസ്റ്റ് ചെയ്യാനായിരിക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാം. ആൻഡ് ഇതുപോലത്തുള്ള കിടിലം വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഗായ്സ്. ബൈ ഗായ്സ്, ബൈ.